പി ജെ വിൻസെന്റ്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇപ്പോൾ ഏറ്റവും ഒരു നൈതികതയും പുലർത്താത്ത ഒരു രാജ്യം ഒരു വശത്ത്, ഏറ്റവും കൂടുതൽ നൈതികത പുലർത്തുന്ന മറ്റൊരു രാജ്യം ഇന്ത്യ മറുവശത്ത്. ഇത് വളരെ പ്രധാനമാണ്. ഇതുവരെ ഇപ്പോൾ നേരത്തെ ഡോക്ടർ മോഹൻപിള്ള പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കൽ പോലും ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല എന്നത്. അപ്പോൾ ഇക്കുറിയും കുറച്ചുകൂടി വിപുലമായ രീതിയിലേക്ക് ഈ ഒരു നെറ്റ്വർക്കിനെ തകർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ഇടപെടൽ അത് പ്രതീക്ഷിക്കാമോ? ഒരൊറ്റ വാക്കിൽ മറുപടി. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം. നമ്മൾ മോഹൻപിള്ള സാറ് പറഞ്ഞത്, നമ്മളിത് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇത്ര മാന്യമായ ഒരു സൈന്യവും സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യവും, എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഈ നിരന്തരമായ അതിക്രമവും കൊലപാതകവും മാത്രമാണല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നമ്മളുടെ ഒരു പൗരനെന്നതിലുള്ള ധാർമ്മിക രോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതാണ്. അല്ലാതെ ഇന്ത്യൻ സൈന്യം ഈ ദിശയിൽ തന്നെ ഏറ്റവും മാന്യമായി അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശത്രുവിൻ്റെ തല അടിച്ച് തകർക്കാൻ കരുത്തുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ചോരയും മരണവും വിലാപവും മാത്രമാണോ എന്നുള്ള ഒരു സങ്കടവും ധാർമ്മിക രോഷവും തീരാത്ത വേദനയിൽ പറഞ്ഞു പോകുന്നതാണ്. അതോടൊപ്പം ഒറ്റ കാര്യത്തോടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ യുദ്ധം ഇന്നത്തെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ പാകിസ്ഥാന് അൺഇൻറ്ററപ്റ്റഡ് വെപ്പൺസ് ചൈനയിൽ നിന്ന് കിട്ടും, ടർക്കിയിൽ നിന്ന് കിട്ടും, ഒരുപക്ഷെ ഇറാനിൽ നിന്ന് കിട്ടിയേക്കാം. പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ നമുക്കൊരു നിർണായക ഘട്ടത്തിൽ നൽകിക്കൊണ്ടിരുന്ന റഷ്യയിൽ നിന്ന് ഒന്നും കിട്ടില്ല. അവരുടെ വെടിക്കോപ്പെല്ലാം തീർന്നു, ഉക്രൈനിൽ പൊട്ടിച്ചു തീർത്തു. മറ്റൊരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ കയ്യിൽ അവർ യുദ്ധമുഖത്താണ്. അവിടെ നിന്നും കാര്യമായ സഹായം കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ഇത്തരം കൺസ്ട്രെയിൻറ്റ് കൂടി ഉണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഉചിതമായ മറുപടി കൊടുക്കും. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. വളരെ നന്ദി ശ്രീ പി ജെ വിൻസെന്റ്, റിട്ടയർഡ് കേണൽ എസ് ഡിനി, ഡോക്ടർ മോഹനൻ പിള്ള, ഡോക്ടർ മോഹൻ വർഗീസ് ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തത്.